ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ അബുദാബി കോർണിഷിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് മറീന മാളിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു. അപ്പോൾ ഇതിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഈ സ്കൂട്ടറുകൾ അതുപോലെ തന്നെ സൈക്കിളൊക്കെ ആപ്പ് വഴി പേയ്മെൻറ്റ് ചെയ്ത് റെൻറ്റിന് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ മീന മുതൽ ഈ മറീന മാൾ വരെ ഏകദേശം ഒരു 9-9.5 കിലോമീറ്റർ ദൂരത്തിൽ ബൈസൈക്കിളിനായിട്ട് സെപ്പറേറ്റ് ഒരു ട്രാക്ക് തന്നെയുണ്ട്. ഇവിടെ ഒരു ബീച്ച് ബോൾ കോർട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്വിമ്മിങ്ങിനുള്ള ഒരു ഏരിയ ഉണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് അങ്ങോട്ട് പ്രവേശനമില്ല. അവിടെ ചില സമയങ്ങളിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് അലൗഡ് ഉള്ളൂ. അതുപോലെ തന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു വോളിബോൾ കോർട്ടും കാണുന്നുണ്ട്. കുറച്ചുകൂടി മുമ്പിലേക്ക് വന്നപ്പോൾ ഇവിടെ കുറേ കഫ്തേരിയ അതുപോലെ തന്നെ ജ്യൂസ് കൗണ്ടേഴ്സൊക്കെ ഉണ്ട്. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വൈറ്റ് തീമിലാണ് ഫുള്ളായിട്ട് ഈ ഏരിയ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് വൈറ്റ് തീമിലാണ്. അതുപോലെ തന്നെ ബീച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസിനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ കൺസ്ട്രക്ഷനൊക്കെ ചെയ്തിട്ടുള്ളത് കണ്ടെയ്നേഴ്സ് ഡിസൈൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് വൈറ്റ് തീമിൽ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാനൊരു 3:30 സമയത്താണ് ഈ ഭാഗത്ത് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ചൂടുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകളൊന്നും ഇപ്പോൾ ഈ ഒരു സമയത്തില്ല. രാത്രിയൊക്കെ ഇവിടെ ഫുള്ളായിട്ട് നല്ല തിരക്കായിരിക്കും. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ ഒക്കെ നല്ല തിരക്കുള്ള ഒരു ഏരിയയാണിത്. പിന്നെ ഈ കോർണിഷിൻ്റെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴേക്ക് നമുക്ക് ഈ ഒരു കോർണിഷിനോട് ചേർന്നിട്ട് തന്നെ ഒരുപാട് ഹോട്ടൽസ് റെസ്റ്റോറൻറ്റുകളൊക്കെ ധാരാളമുണ്ട്. പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ കൂടുതലും ഫോറിനേഴ്സ് UK US എന്നുള്ള ആളുകളൊക്കെയാണ് ഈ ഭാഗങ്ങളിൽ വന്നാൽ നമുക്ക് കാണാൻ കഴിയുക. അബുദാബിയുടെ ഒരു പോഷ് ഏരിയ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് ഈ ഏരിയയെ പറയാം. ഈ കാണുന്ന സിഗ്നലിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. സ്ട്രൈറ്റ് പോയാലാണ് കസറൽ വത്താൻ, അതായത് പ്രസിഡൻഷ്യൽ പാലസ് ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതുപോലെ എമിറേറ്റ്സ് പാലസ് ഹോട്ടൽ എന്നിവയൊക്കെ നമുക്ക് സ്ട്രൈറ്റ് പോയാൽ ആ കാണുന്ന ഭാഗത്ത് കാണാം. ഈ പ്രസിഡൻഷ്യൽ പാലസ് ഇപ്പോൾ പബ്ലിക്കിന് കാണാനുള്ള സൗകര്യമുണ്ട്. അതിന് പ്രത്യേക 70 ദിർഹംസ് ആണ് തോന്നുന്നുണ്ട് ഫീ. അതുപോലെ തന്നെ എമിറേറ്റ്സ് പാലസിൻ്റെ ചില ഭാഗങ്ങളൊക്കെ സന്ദർശകർക്ക് കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അബുദാബിയുടെ ആ ഒരു ടൗണിൻ്റെ കാഴ്ച ഇവിടെ നിന്ന് ദൂരെ കാഴ്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ഒരു കടലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ടുള്ള കുറേ സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഫ്ലവേഴ്സൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതൊന്നും ഒറിജിനൽ ഫ്ലവേഴ്സ് അല്ല.
നമ്മൾ ഏകദേശം മറീന മാളിൻ്റെ അടുത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട്. റിക്സോസ് ഹോട്ടലാണ് നമ്മൾ ആ കാണുന്നത്. പിന്നെ മറീന മാളിൻ്റെ മുമ്പിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അബുദാബി തിയേറ്റർ, അതുപോലെ UAEയുടെ വലിയൊരു ഫ്ലാഗ് വെച്ചൊരു സ്ഥലം, അതുപോലെ തന്നെ ഹെറിറ്റേജ് വില്ലേജൊക്കെ ആ ഭാഗത്തെയാണ് വരുന്നത്. ഇപ്പം നമ്മൾ മറീന മാളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സിഗ്നലിനടുത്താണ് ഈ ഭാഗം. ഇപ്പം നമ്മൾ ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു ദ്വീപിനകത്താണ്. അതായത് ഈ ഒരു മറീന മാളിൻ്റെ അടുത്തൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റും കടലാണ്. ഈ ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ധാരാളം പേര് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് റിലാക്സ് ചെയ്യാനും ജോഗിങ് വാക്കിങ്ങിനൊക്കെ ആയിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇനി നമ്മൾ റോഡൊന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. ആ ഭാഗത്ത് പോയാൽ നമുക്ക് സൺസെറ്റ്, അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ പാലസ്, ഇതിൻ്റെയൊക്കെ ഒരു ദൂരക്കാഴ്ച നന്നായിട്ട് കാണാൻ പറ്റും. സൂര്യൻ്റെ അസ്തമയ ശോഭ പരന്നു തുടങ്ങിയിട്ടുണ്ട്. സമയം ഏകദേശം ഒരു 6:45 ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് കാണാം. ഇന്ന് വെളിച്ചം ഏകദേശം നന്നായിട്ട് കുറഞ്ഞു. ഇന്ന് ഇവിടെ നിന്ന് നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുത്താൽ അത്രത്തോളം അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ നമുക്ക് പുതിയ കാഴ്ചകളുമായി ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.